എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ്, തേങ്ങാ ചമ്മന്തി പൊടി. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ ഈ ഒരു കപ്പിൽ 1 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽ മുളക്, 1 ടേബിൾ സ്പൂൺ ഹോൾ കൊത്തമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു പിഞ്ച് ഉലുവ, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 5 ചെറിയ വെങ്കായം തോല് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും സ്മാൾ പീസസ് ആയിട്ടുള്ള ഒരു ഇഞ്ചി കഷ്ണം, ആവശ്യത്തിന് കായപ്പൊടി, ഉപ്പ്, ചെറിയ സൈസിലുള്ള പുളി എന്നിവ ചേർത്ത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം തനിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ശേഷം കൊത്തമല്ലി, ഹോൾ കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കൊത്തമല്ലി നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ നന്നായി ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിന് കമ്മി ചെയ്യാം. കാരണം അത് ഒരുപാട് നാൾ നമ്മൾ ഈ പൊടി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഉള്ളി ഇട്ടത് കൊണ്ട് വേഗം കേടുവരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ദിവസമാണ് അതിന് അത്രയ്ക്ക് മാത്രം നിങ്ങൾ പൊടിക്കുന്നുള്ളെങ്കിൽ ഈ ഉള്ളി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം. കൂടുതൽ ദിവസം വയ്ക്കുകയാണെങ്കിൽ കേടുവരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിലോട്ട് ഈ ചെറിയ അരിനെല്ലിക്ക സൈസിലുള്ള പുളി നമുക്ക് ആഡ് ചെയ്ത്, അതിനെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കുക, ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ തേങ്ങയും ഇതെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.